ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു കുറുമയാണ്. ഈ കുറുമ ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും എല്ലാത്തിനും പറ്റിയ ഒരു കുറുമയാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ കുറുമ ഉണ്ടാക്കുന്ന ഒന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. കോളിഫ്ലവർ കുറുമ ഉണ്ടാക്കുന്ന ഞാനൊരു 400 ഗ്രാം കോളിഫ്ലവർ എടുത്ത് വൃത്തിയായിട്ട് കഴുകി ഉപ്പുവെള്ളത്തിലും വിനാഗിരിയിലും ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കഴുകിയെടുത്ത 400 ഗ്രാം കോളിഫ്ലവർ കൊണ്ട് നമ്മൾ കുറുമ ഉണ്ടാക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വേകാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കോളിഫ്ലവർ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3/4 കപ്പ് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ കോളിഫ്ലവറും പൊട്ടറ്റോയും വെന്തോന്ന് നോക്കാം. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമ്മളിനി കുറുമ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വെന്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. കോളിഫ്ലവർ കുറുമ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നമുക്ക് വഴറ്റാനിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴന്നു വരുന്ന സവാളയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ചുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം. മുളക് പൊടിയെല്ലാം കൂടെ കരിഞ്ഞു പോകരുത്. നന്നായിട്ട് വഴറ്റിയെടുത്ത ഈ സവാളയിലേക്ക് 2 ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കോളിഫ്ലവർ വേകാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഉപ്പിട്ട് കൊടുക്കണ്ട. നമ്മൾ വെന്തെടുത്ത് വെച്ചിരുന്ന കോളിഫ്ലവറും പൊട്ടറ്റോയിലെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിനകത്ത് ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി വീണ്ടും നമുക്ക് അടച്ച് ആ ടൊമാറ്റോ ഒന്ന് വെന്തെടുക്കാം. ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വഴന്ന് വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെന്തെടുത്ത് വെച്ചിരുന്ന കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കണം. നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് തന്നെ ആവശ്യത്തിനുണ്ട്. ഒന്നും കൂടെ ആ പൊട്ടറ്റോയും കോളിഫ്ലവറും കൂടി ഒന്ന് വേകാനായിട്ട് അടച്ചു വെക്കാം. നമുക്കൊന്ന് നോക്കാം. കുറുമയെല്ലാം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പൊട്ടറ്റോയും കോളിഫ്ലവറും ഒക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ 3/4 കപ്പ് തേങ്ങ ആണ് അരച്ചെടുത്തിരുന്നത്. അതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനുമൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തും കൊടുക്കാം. അങ്ങനെ കോളിഫ്ലവറിൻ്റെ കുറുമ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ.
നാളെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.